എക്കണോമിക് ഡിസ്കഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. Cobb-Douglas production function is a particular functional form of production function widely used to represent technological relationship between amount of two or more inputs, particularly capital and labor. Two inputs ഏതെല്ലാമാണ്? Capital and labor and amount of output that can be produced by those inputs. അപ്പോൾ കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് എ പർട്ടിക്കുലർ ഫങ്ഷണൽ ഫോം ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വൈഡ്ലി യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ടെക്നോളജിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എമൗണ്ട് ഓഫ് ടു ഓർ മോർ ഇൻപുട്സ് ആൻഡ് എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ദോസ് ഇൻപുട്സ്. ദ കോബ്-ഡഗ്ലസ് form was developed and tested against statistical evidence by Charles Cobb and Paul Douglas during 1927 and 1947. Basic form of Cobb-Douglas production function is Q equal A k raised to alpha L raised to beta, where Q എന്താണ്? Total production, L labor input, K capital input, A total factor productivity. Alpha and beta are the output elasticity of capital and labor respectively. These values are constant determined by available technology. These values are constant determined by available technology. അപ്പോൾ കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ്? ടെക്നോളജിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എമൗണ്ട് ഓഫ് ടു ഓർ മോർ ഇൻപുട്സ് ആൻഡ് എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ദോസ് ഇൻപുട്സ്. ഫസ്റ്റ് പ്രോപ്പർട്ടി, കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ഹോമോജനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി ആൽഫ പ്ലസ് ബീറ്റ. Q equal A k raised to alpha L raised to beta. Assumes that both inputs are increased by lambda times. Both inputs എന്ത് ചെയ്യുന്നു? ലാംഡ ടൈംസിൽ ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ ഔട്ട്പുട്ട്, അപ്പോൾ ലാംഡ ടൈംസിൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്തുള്ള ഔട്ട്പുട്ട് എ ലാംഡ കെ റേസ് ടു ആൽഫ ലാംഡ എൽ റേസ് ടു ബീറ്റ. ദെൻ എ ലാംഡ ആൽഫ കെ റേസ് ടു ആൽഫ ലാംഡ റേസ് ടു ബീറ്റ എൽ റേസ് ടു ബീറ്റ എന്ന് വരും. ദെൻ ഈക്വൽ ടു ലാംഡ ആൽഫ പ്ലസ് ബീറ്റ എ കെ റേസ് ടു ആൽഫ എൽ റേസ് ടു ബീറ്റ എന്ന് വരും. ഇഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ആർ ഇൻക്രീസ്ഡ് ബൈ ലാംഡ ടൈംസ്, ലേബറും ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്യുന്നു ലാംഡ ടൈംസ്, ദെൻ ഔട്ട്പുട്ട് ഈസ് ഇൻക്രീസ്ഡ് ബൈ ലാംഡ ആൽഫ പ്ലസ് ബീറ്റ ടൈംസ്. ഹെൻസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓഫ് ഹോമോജീനിയസ് ഡിഗ്രി ആൽഫ പ്ലസ് ബീറ്റ എന്ന് വരും. ഇഫ് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ 1 ആണെങ്കിൽ പ്രൊഡക്ഷൻ ഈസ് അണ്ടർ കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ. ഇഫ് ആൽഫ പ്ലസ് ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ പ്രൊഡക്ഷൻ ഈസ് അണ്ടർ ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ. ഇഫ് ആൽഫ പ്ലസ് ബീറ്റ ലെസ് ദാൻ 1 ആണെങ്കിൽ പ്രൊഡക്ഷൻ ഈസ് അണ്ടർ ഡിമിനിഷിങ് റിട്ടേൺ ടു സ്കെയിൽ. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. Second property, the marginal product of capital and labor are functions of the partial elasticity of production and corresponding average products. The marginal product of capital and labor are the function of partial elasticity of production and corresponding average products. That is, Q is equal to A k raised to alpha L raised to beta. Then marginal productivity of capital equal to delta Q divided by delta K. That is equal to dou Q divided by dou K equal A alpha k raised to alpha minus 1 L raised to beta എന്ന് വരും.
equal to alpha a k raised to alpha L raised to beta divided by k equal to alpha q divided by k equal alpha a p k എന്ന് വരും. In the same way, marginal productivity of labor equal to beta a p k. ഇതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി. തേർഡ് പ്രോപ്പർട്ടി, marginal product of capital and marginal product of labor are positive but it is diminishing. മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റലും മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബറും പോസിറ്റീവ് ആണ്, ബട്ട് ഇറ്റ് ഈസ് ഡിമിനിഷിങ്. എം പി കെ ഈസ് ഈക്വൽ ടു ആൽഫ ക്യൂ ഡിവൈഡ് ബൈ കെ ആൻഡ് എം പി എൽ ഈക്വൽ ബീറ്റ ക്യൂ ഡിവൈഡ് ബൈ എൽ. സിൻസ് ഇൻപുട്സ് അപ്പിയേഴ്സ് ഇൻ ദി ഡിനോമിനേറ്റർ. ഇൻപുട്സ് എവിടെയാണ് കാണപ്പെടുന്നത്? ഡിനോമിനേറ്ററിലാണ്. എനി ഇൻക്രീസ് ഇൻ ഇൻപുട്ട് വിൽ റിസൾട്ട് ഡിമിനിഷ് ഇൻ മാർജിനൽ പ്രൊഡക്ടിവിറ്റി. സിൻസ് എനി ഇൻക്രീസ് ഇൻ ഇൻപുട്സ് വിൽ റിസൾട്ട്സ് ഡിമിനിഷ് ഇൻ മാർജിനൽ പ്രൊഡക്ടിവിറ്റി. ഇതാണ് തേർഡ് പ്രോപ്പർട്ടി. ഫോർത്ത്, ആൽഫ ആൻഡ് ബീറ്റ ഷോസ് ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലേബർ. Elasticity of capital equal to proportionate change in output divided by proportionate change in capital equal to delta Q divided by Q divided by delta K divided by K എന്ന് വരും. Equal to delta Q divided by Q into K divided by delta K equal delta Q divided by delta K into K by Q. That is delta Q divided by delta K equal alpha Q divided by K equal MPK വരും. Equal alpha Q divided by K into K by Q equal alpha. Similarly, elasticity of labor equal proportionate change in output divided by proportionate change in labor equal delta Q divided by Q divided delta L divided by L equal delta Q divided by Q into L by delta L equal delta Q divided by delta L into L by Q equal beta Q divided by L into L by Q equal beta. നേരത്തെ പ്രോപ്പർട്ടിയിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ ഡെൽറ്റ കെ ഈക്വൽ ടു ആൽഫ ക്യൂ ഡിവൈഡ് ബൈ കെ. അതുപോലെ തന്നെ ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ ഡെൽറ്റ എൽ എന്താണ്? ബീറ്റ ക്യൂ ഡിവൈഡ് ബൈ എൽ. ഇനി ഫിഫ്ത്ത് പ്രോപ്പർട്ടി, കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഫോളോസ് യൂളേഴ്സ് തിയറം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ദ യൂളേഴ്സ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് under the condition of constant return to scale, total output will exhausted if each input is paid according to marginal products. Euler's theorem states that under condition of constant return to scale, total output will be exhausted if each input is paid according to marginal products. K into MPK plus L into MPL equal K into delta Q divided by delta K plus L into delta Q divided by delta L വരും. Equal to K into alpha Q divided by K plus L into beta Q divided by L equal alpha Q plus beta Q. Q ബ്രാക്കറ്റിൽ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ക്യൂ. ഇതാണ് യൂളേഴ്സ് തിയറം. ഇൻ കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ MRTES ഈസ് MRTS LK equal MPL divided by MPK equal delta Q divided by delta L divide delta Q divide delta K എന്ന് വരും. ബീറ്റ ക്യൂ ഡിവൈഡ് ബൈ എൽ ഡിവൈഡ് ആൽഫ ക്യൂ ഡിവൈഡ് ബൈ കെ ഈക്വൽ ബീറ്റ ക്യൂ ഡിവൈഡ് ബൈ എൽ ഇൻറ്റു കെ ഡിവൈഡ് ആൽഫ ക്യൂ എന്ന് വരും. ഈക്വൽ ബീറ്റ ഡിവൈഡ് ബൈ എൽ ഇൻറ്റു കെ ഡിവൈഡ് ആൽഫ ഈക്വൽ ബീറ്റ ഡിവൈഡ് ആൽഫ ഇൻറ്റു കെ ബൈ എൽ എന്ന് വരും. സെവൻത്ത് പ്രോപ്പർട്ടി, ഇൻ കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഫാക്ടർ ഇൻറ്റൻസിറ്റി ഈസ് മെഷേർഡ് ബൈ ബീറ്റ ബൈ ആൽഫ.
ഹയർ ദ റേഷ്യോ പ്രൊഡക്ഷൻ ഈസ് മോർ ലേബർ ഇൻറ്റൻസീവ്. ഹയർ ദി റേഷ്യോ ആണെങ്കിൽ പ്രൊഡക്ഷൻ എന്താണ്, മോർ ലേബർ ഇൻറ്റൻസീവ് ആണ്. ലോവർ ദി റേഷ്യോ പ്രൊഡക്ഷൻ ഈസ് മോർ ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. ഇതാണ് 7th പ്രോപ്പർട്ടി. The expansion path of the Cobb-Douglas production function is linear and it is 45-degree line from the origin. The line passing through point of tangency between isocont and isocost line is known as expansion path. A 45-degree line expansion path implies a neutral technical progress that is neither capital intensive, neither labor intensive. In Cobb-Douglas production function, elasticity of substitution is unity. ഇതാണ് 9th property.